നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന രുദ്രാക്ഷത്തെയാണ്. ഇലിയോകാർപ്പേസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം ഇലിയോകാർപ്പസ് ഗൈനാട്രസ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ രുദ്രാക്ഷ, ശിവാക്ഷ, നീലകണ്ഠാക്ഷ എന്നിങ്ങനെയെല്ലാം വിളിക്കുന്നു. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളിലും കണ്ടുവരുന്ന ഒരു ഇനം നിത്യഹരിത വൃക്ഷമാണ് ഇത്. രുദ്രാക്ഷ മരത്തിൻ്റെ കായാണ് രുദ്രാക്ഷം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ കൂടുതലും ഉത്തരേന്ത്യയിലും പിന്നെ നേപ്പാളിലുമാണ് ഇത് കൂടുതലായും വളരുന്നത്. പുരാതന കാലം തൊട്ടേ ഭാരതത്തിലെ ഋഷിവര്യന്മാർ രുദ്രാക്ഷം ധരിച്ചു നടന്നിരുന്നു. ഭക്തിയുടെ പ്രതീകമായാണ് ഇത് കണക്കാക്കുന്നത്. ഇതിന് വളരെയധികം ഔഷധമൂല്യങ്ങളുമുണ്ട്. രുദ്രാക്ഷം ധരിക്കുമ്പോൾ മത്സ്യമാംസങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, ചുവന്ന ഉള്ളി, മുരിങ്ങക്കായ എന്നിവ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞു വരുന്നുണ്ട്. രുദ്രൻ എന്നാൽ ശിവനെന്നും അക്ഷം എന്നാൽ കണ്ണുമെന്നുമാണ് അർത്ഥം. ശിവൻ്റെ കണ്ണിനോട് സാദൃശ്യമുള്ളത് കൊണ്ട് ഇതിന് മഹാത്മ്യം ഏറെയാണ്. ജാതകപരമായ പരിഹാരങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പലവിധ പാപപരിഹാരങ്ങൾക്കും രുദ്രാക്ഷം ധരിക്കാൻ വിധിക്കുന്നുണ്ട്. രുദ്രാക്ഷത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് ഒരു മുഖം, രണ്ട് മുഖം എന്നിങ്ങനെയെല്ലാം പറയുന്നു. രുദ്രാക്ഷത്തിന് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ആകൃതിയായി സാമ്യമുള്ളതുകൊണ്ട് മാനസിക രോഗങ്ങൾക്കും മനഃശാന്തിക്കും ഉത്തമമായി കണക്കാക്കുന്നു. രുദ്രാക്ഷം ശരീരത്തിന് ഒരു കവചമായി സംരക്ഷിക്കുന്നു. ആയുർവേദത്തിൽ വാതപിത്ത കവശമനങ്ങൾക്കും രുചി വർദ്ധിപ്പിക്കാനും മനഃശാന്തിക്കും എല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പഴമക്കാർ ഇതിന് വളരെയധികം പ്രാധാന്യമാണ് കൊടുത്തിരുന്നത്. രുദ്രാക്ഷത്തിൻ്റെ ഏറ്റവും ഔഷധയോഗ്യമായ ഭാഗം ഫലമാണ്. ഇത് 20 മുതൽ 25 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ്. ഇലകൾക്ക് ദീർഘവൃന്താകാരമാണ്. അറ്റം നിശിതമാണ്. പുഷ്പമഞ്ജരികൾ പത്രകക്ഷത്തിൽ നിന്നോ പാകമായ ശിഖരങ്ങളിൽ നിന്നോ ആണ് ഉത്ഭവിക്കുന്നത്. പുഷ്പങ്ങൾക്ക് വെള്ള നിറമാണ്. ഫലം ഗോളാകൃതിയിലാണ്. പാകമാകുമ്പോൾ കടും നീല നിറത്തിലാണ് ഉണ്ടാകുക. അതിൻ്റെ ഉള്ളിലെ കായയാണ് രുദ്രാക്ഷമായി കണക്കാക്കുന്നത്. ഇത് 3 മുതൽ 7 വർഷം വരെയുള്ള സമയത്തിലാണ് പൂക്കുന്നത്. ഇതിൻ്റെ രുദ്രാക്ഷത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് പലതരത്തിലുണ്ട്. രുദ്രാക്ഷം ബ്രൗൺ കളറിലും ഉരുണ്ടും കുറേ മുഴകളും കുഴികളോട് കൂടിയതുമാണ്. ഇത് കോർത്താണ് രുദ്രാക്ഷമാല ഉണ്ടാക്കുന്നത്. ഇതിൽ ഐസോഇലിയോകാർപ്പിൻ, ഇലിയോകാർപ്പിൻ എന്നീ രാസഘടകങ്ങളിൽ വേർതിരിച്ചെടുക്കാവുന്നതാണ്. ഇത് വാതപിത്ത കഫങ്ങളെ ശമിപ്പിക്കുന്നു, മനോവികാരങ്ങളെ ശമിപ്പിക്കുന്നു, ബുദ്ധി വർദ്ധിക്കാനും നല്ലതാണ്. നാഡീവികാരങ്ങൾ ശമിപ്പിക്കുന്നു, ഹൃദയം, ശ്വാസകോശം എന്നിവയുടെ സങ്കോച വികസനത്തെ വർദ്ധിപ്പിക്കുന്നു. ഫലമാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിവരിക്കുന്നതാണ്. രുദ്രാക്ഷം ഒരു ദൈവികമായ ഒരു ചെടിയായിട്ടാണ് കണക്കാക്കുന്നത്. ശിവൻ്റെ തൃക്കണ്ണായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇത് ഈ ബ്രെയിൻ ഡിസീസിന്, അതായത് അപസ്മാരം, ഉന്മാദം അല്ലെങ്കിൽ ബുദ്ധി കുറവ് അങ്ങനെയുള്ള അസുഖത്തിനാണ് ശരിക്കും ഈ രുദ്രാക്ഷം കൊടുക്കുക. ഈ രുദ്രാക്ഷത്തിൻ്റെ ആകൃതി നോക്കിയാൽ രുദ്രാക്ഷത്തിന് ചില കുഴികളൊക്കെ ഉണ്ട്. അതും നമ്മുടെ മനുഷ്യൻ്റെ ശിരസ്സിലെ തലയോട്ടിലെ ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഉള്ളിലുണ്ടാകുന്ന ബ്രെയിനും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ ഇരിക്കും. അതുകൊണ്ട് രണ്ടിൻ്റെയും ആ ഘടനയും ആ എനർജി ഒരുപോലെ എന്ന് പറയാം. അതുകൊണ്ടാണ് അത് ഈ തലച്ചോറിനുണ്ടാകുന്ന അസുഖങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ദിവസേന ശരീരത്തിൽ ധരിക്കുകയാണ്. ശരീരത്തിൽ അത്രയും ധരിച്ചാൽ തന്നെ അതിൻ്റെ ആ എനർജി അല്ലെങ്കിൽ ഔഷധ മൂല്യം ശരീരത്തിലേക്ക് എത്തും. പിന്നെ ഇത് ധരിച്ച് കഴിഞ്ഞ് രുദ്രാക്ഷത്തിൻ്റെ മാല ധരിച്ച് കഴിഞ്ഞ് ഈ തണുപ്പ് ശരീരത്തിലേക്ക് ഏൽക്കില്ല എന്ന് പറയും.
മറ്റേ തണുപ്പ് കൊണ്ട് വാദം കൊണ്ട് കോച്ചും. അപ്പോൾ തണുപ്പ് കൊണ്ട് വാദം വരാതെ നോക്കാനുള്ള കഴിവ് ഈ രുദ്രാക്ഷത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഹിമാലയത്തിലെ ഋഷിമാരൊക്കെ രുദ്രാക്ഷത്തിൻ്റെ മാലയിട്ട് നടക്കുന്നത്. അപ്പോൾ ചുറ്റുവട്ടുള്ള തണുപ്പ് ഈ രുദ്രാക്ഷം ആവാഹിച്ച് ശരീരത്തിലേക്ക് പോകാണ്ട് നോക്കുന്ന ഒരു കഴിവ് ഈ രുദ്രാക്ഷത്തിനുണ്ട്. ഇത് ചൂടുമുണ്ട്, അതിന് തണുപ്പുണ്ട്. ഇതിൻ്റെ ഘടന അങ്ങനെയാണ്. അതായത് ആയുർവേദപരമായി രുദ്രാക്ഷത്തിനെ കണക്കാക്കുമ്പോൾ അഗ്നി വായു ഭൂയിഷ്ടമെന്നതിന് പറയാം. വായു ഉണ്ട്, അഗ്നി ഉണ്ട്. അത് തന്നെ വളരെ ലൈറ്റ്, അത് വളരെ കനം കുറഞ്ഞ സാധനമാണ്. അതുകൊണ്ട് അതിൻ്റെ ഈ ഘടന ഈ തലച്ചോറിൻ്റെ ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് തലച്ചോറിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ തലച്ചോറിലെ അസുഖങ്ങൾക്ക് ഇത് വളരെയധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ രുദ്രാക്ഷം ഇട്ട് വെച്ച വെള്ളം ദിവസേന കുടിക്കുന്നത് ശരീരത്തിലെ എല്ലാ നെർവസ് സിസ്റ്റത്തിനെയും ഉന്മേഷം ഉണ്ടാക്കും, ഉത്തേജിപ്പിക്കും. ശരീരത്തിന് യാതൊരു ക്ഷീണവും ഇല്ലാണ്ട് ദിവസേന നമുക്ക് പ്രവൃത്തി ചെയ്യാൻ സാധിക്കും.